നമുക്ക് ഇന്നൊരു ക്ഷേത്രം കാണാൻ പോകാം. ഈജിപ്തിലെ ലക്സർ നഗരത്തിലുള്ള ലക്സർ ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ക്ഷേത്രം ഇന്ന് കാണുന്ന രീതിയിൽ എക്സ്പാൻഡ് ചെയ്ത രാംസേസ് രണ്ടാമൻ എന്ന ഫറോവയുടെ പൂർണ്ണകായ പ്രതിമയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഈ ക്ഷേത്രം നിർമ്മിച്ചത് അമൻഹോത്തെപ് മൂന്നാമൻ്റെ കാലത്താണ്. രാംസേസ് ആണ് ഈ ക്ഷേത്രം ഇന്നിപ്പോൾ ഈ കാണുന്ന രീതിയിൽ വിശാലമാക്കിയത്. അമ്പലത്തിൻ്റെ പ്രവേശന കവാടത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ 2 പ്രതിമകൾ വച്ചിട്ടുണ്ട്. 14 വലിയ തൂണുകളാണ് ഈ ക്ഷേത്രത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഒരുപാട് ചുവർച്ചിത്രങ്ങളും, ചില ചുവർച്ചിത്രങ്ങളുടെ പകുതിയൊന്നും ഇപ്പോൾ അവൈലബിൾ അല്ല, അല്ലെങ്കിൽ ഇവിടെ വച്ചിട്ടുള്ളതിൽ ആ പീസുകളൊക്കെ മിസ്സിംഗ് ആണ്. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ബാക്കി ഭാഗം ഇങ്ങനെ വരച്ചു വച്ചിരിക്കുകയാണ്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ കയറാനായിട്ട് $10 ഫോറിനേഴ്സ് ചിലവാക്കേണ്ടി വരുന്നത്. ഇവിടെയുള്ള ചുവർച്ചിത്രങ്ങളിലെല്ലാം പണ്ട് ഈജിപ്ഷ്യൻ ഫറോവമാരുടെ കാലത്തുള്ള അവരുടെ ഓരോ ആചാരങ്ങളും ഉത്സവങ്ങളും ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്ന രീതികളും അവർ നടത്തിയിട്ടുള്ള യുദ്ധങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കൊത്തിവച്ചിട്ടുണ്ട്. ഫറോവയെ തിരിച്ചറിയുന്നത്, ഈ ചിത്രങ്ങളിൽ നിന്നെല്ലാം ഫറോവയെ തിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നത് അദ്ദേഹത്തെ അവർ കുറച്ചുകൂടെ വലിയ ആളായിട്ട്, അതായത് രാജാവ് വളരെ ഹീറോയിക് ആയിട്ടുള്ള സുപ്രീമായിട്ടുള്ള ഒരാളാണെന്ന് കാണിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ആ ചിത്രം മാത്രം വലിപ്പത്തിൽ, കുറച്ചുകൂടെ ബാക്കിയുള്ളവരെക്കാട്ടിലും കുറച്ചുകൂടെ വലിപ്പത്തിൽ അവർ കൊത്തിവച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾ ഇവിടുത്തെ ചുമരുകളിലെല്ലാം ഇങ്ങനെ കാർവ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇന്ന് ഈജിപ്തിൽ വരുന്ന, ലക്സർ നഗരത്തിൽ വരുന്ന ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു വലിയ ടൂറിസ്റ്റ് സെൻ്ററാണ് ലക്സർ ക്ഷേത്രം. നൈൽ നദിയുടെ കിഴക്ക് കരയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടം വിസിറ്റ് ചെയ്യാൻ പറ്റിയത് സൂര്യാസ്തമയ സമയത്താണ്.